സെറോട്ടനിൻ സെക്രീഷൻ ശരിക്കും വരാത്തത് കൊണ്ടാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. അപ്പോൾ അവർ വന്ന് ചാണകത്തിൻ്റെ സ്മെല്ല് ഉള്ള ആ തറയിൽ കിടന്നാൽ അല്ലെങ്കിൽ ചാണകത്തെ എടുത്ത് അതിൻ്റെ സ്മെല്ല് വന്നാൽ അവർക്ക് സ്ലീപ്പ് ഉറക്കം ശരിയാവുന്നുണ്ട് എന്നുള്ളത്. നല്ല ഉറക്കം കിട്ടാൻ ചാണകം ഇല്ലെങ്കിൽ നമ്മൾ യുപിയിലൊക്കെ ഉള്ളവർ കളിയാക്കുന്നതാണ് ചാണകം കഴിക്കുന്നവർ. ഗോമൂത്രം വന്ന് ആരിങ്ങനെ വെള്ളം മാരി കുടിക്കുന്നവർ ചിലര് കണ്ടിട്ടുണ്ട്. പശു മൂത്രം ഒഴിക്കുമ്പോൾ പോയിട്ട് അടിയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ നമ്മളത് പ്രോസസ് ചെയ്ത് മരുന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞത് എല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് തന്നെ. ഹോമം എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഒരു ഫ്യൂമിഗേഷൻ ട്രീറ്റ്മെന്റ് ആണ്. പുക കൊണ്ട് പല മരുന്ന് സിദ്ധ മെഡിസിനിലുണ്ട്. പുക കൊണ്ട് പുകയെ കൊണ്ട് കാമിച്ചാൽ പ്രൊലാക്സ് ഓഫ് റെക്ടം തോന്നുന്ന പുക അടിപെട്ടാൽ അകത്ത് പോകുന്നുണ്ട്. വെജിനൽ പ്രൊജക്ഷൻ ഉള്ളവർക്ക് അത് ശരിയാവുന്നുണ്ട്. ചില പുണ്ണിന് തീരാതെ നാളുപെട്ട പുണ്ണിന് ഈ ഹെർബൽ കൊണ്ട് ഇരിക്കുന്ന ഹോമത്തിലുള്ള പുക പെട്ടാൽ അതൊക്കെ ഇരിക്കുന്നു സിദ്ധ മെഡിസിനിൽ. ചാണകവും ഗോമൂത്രവും പാലും തൈരും നെയ്യ് ഉപയോഗിച്ച് പഞ്ചഗവ്യം ഉണ്ടാക്കി അതിനോടൊപ്പം ഹെർബൽ പച്ചമരുന്നുകൾ കൂടി ചേർത്തിട്ടാണ് അങ്ങേരം ഉണ്ടാക്കുന്നത്. അതിനെ മാറ്റിയെടുക്കുന്നു. ഡിസ്റ്റിൽഡ് എന്ന് വെച്ചാൽ പ്യൂരിഫൈ ആവും. ഹോമത്തിൽ എല്ലാം യൂസ് ചെയ്യുന്നു. ബാഡ് സ്മെല്ലില്ല. അത് മറ്റ് അനിമലിന് നിങ്ങൾക്ക് നെയ്യ് പശുവിന് മാത്രമാണ് നെയ്യ് മണക്കും. പാലിന് എന്തോന്ന് വിശേഷം അന്നൊന്ന് നോക്കിയാൽ പാല് വന്ന് നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ കോമൺ ലൈഫ് സേവിങ് സബ്സ്ട്രാറ്റം. സോ ഇതൊരു കോമൺ സബ്സ്ട്രാറ്റം. അതുകൊണ്ടാണ് ഗോമാത എന്ന് പറയുന്നത്. അമ്മയ്ക്കും പാല് കൊടുക്കുന്ന ജീവിയായ രീതിയിലുള്ള ഇതുകൊണ്ട് ഗോമാത. അതിന്റെ മേലെ ജഗന്മാത അടുത്ത് പരാശക്തി എന്നിരിക്കുന്നത്. ഈ പോയ ഒരു എപ്പിസോഡിൽ അങ്ങ് പഞ്ചഗവ്യത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ, അങ്ങയുടെ യൂട്യൂബ് ചാനലിലൂടെ നോക്കുമ്പോൾ ഈ പഞ്ചഗവ്യത്തിൽ നിന്ന് ആയുർവേദിക് മരുന്നുകൾ, മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ്, പശുവിന്റെ പ്രൊഡക്ട്സ് ആയ ഇത്രയും ഇത് ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ചില ആളുകൾ ഗോമൂത്രത്തിൽ നിന്ന് മരുന്നുണ്ടാക്കാം, ചാണകത്തിൽ നിന്ന് മരുന്നുണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ കളിയാക്കാറുണ്ട്. എന്താണ് ഈ പഞ്ചഗവ്യം? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ 5 അത് 5 പ്രോഡക്ട്സ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പഞ്ചഗവ്യം. ഇത് എന്താണെന്ന് വെച്ചാൽ പശുവിൻ്റെ ഒരു 5 പ്രോഡക്ട്സ് അതെടുത്ത് കഴിയുമ്പോൾ അതിനെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് മണത്താൽ നല്ല ഒരു സ്മെല്ലുണ്ടാവും. ഇത് പഴയകാലത്തെ നമ്മൾ പൂജയിൽ ഹോമത്തിൽ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ബാഡ് സ്മെല്ലില്ല. അത് മറ്റ് അനിമലിന് നിങ്ങൾക്ക് നെയ്യ് പശുവിന് മാത്രമാണ് നെയ്യ് മണക്കും. നല്ല നെയ്യാണെങ്കിൽ മിക്സിങ് അല്ല വീട്ടിൽ വെച്ചിരുന്നാൽ മണക്കും. വേറെ ഏത് അനിമൽ ഇൻക്ലൂഡിങ് മനുഷ്യൻ്റെ പാലെടുത്ത് വെച്ച് ഇത് പ്രോസസ് ചെയ്താലും ബാഡ് സ്മെല്ല് വരും. ഇതും ആദ്യം ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഒരു പോസിറ്റീവ് സ്മെല്ല് വരുന്ന ഫ്ലേവർ ആഡ് ചെയ്യുന്നു. പായസത്തിൽ എല്ലാത്തിലും ആഡ് ചെയ്യുന്നുണ്ടല്ലോ നെയ്യ്. അപ്പോൾ അത് നെയ്യ് ഒരു പ്രോഡക്റ്റ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാലിന് എന്തോന്ന് വിശേഷം അന്നൊന്ന് നോക്കിയാൽ പാല് നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ കോമൺ ലൈഫ് സേവിങ് സബ്സ്ട്രാറ്റം. നിങ്ങൾ പാല് കുടിക്കുന്നു, അമ്മയുടെ അടുത്ത് പാല് കുടിച്ചാലേ അത് ശരിയാവും. റൈറ്റ്. അമ്മ പശുവിൻ്റെ പാല് കുടിക്കുന്നുണ്ടല്ലോ, അമ്മൂമ്മ കുടിച്ചിട്ടുണ്ടല്ലോ. പഴയ കാലത്തെ നമുക്ക് കൃഷ്ണൻ്റെ പേരുള്ള പാല് കറക്കുന്ന, നെയ്യെടുക്കുന്ന എല്ലാം ഇതുണ്ടല്ലോ. അപ്പോൾ അതൊരു ഫുഡ്. ഇന്ന് ഡോക്ടേഴ്സ് പശുവിൻ്റെ പാൽ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ പശു അല്ല. നിങ്ങൾ പാല് ഈൽഡ് കൂട്ട് വന്ന് 1 ലിറ്റർ കറക്കുന്ന പശു 40 ലിറ്റർ 20 ലിറ്റർ കറക്ക വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ജീനിൽ പോയി കളിച്ചപ്പോൾ അത് പാല് ഇപ്പോൾ മനുഷ്യന് ഒത്തു. അതാണ്. അല്ലാതെ ഒറിജിനൽ നാട്ടു പശുവിൻ്റെ പാല് ആർക്ക് വേണമെങ്കിലും കുടിക്കാം. വെള്ളം ചേർത്ത് കുടിച്ചാൽ അത് ചേരും. ഇതുപോലെ ഇപ്പോൾ കാറ പശു ഒരു പശു വന്നുണ്ട്. അതിൻ്റെ 1 ലിറ്റർ 400 രൂപ വില. ഇതൊന്ന് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയാവുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു കോമൺ സബ്സ്ട്രാറ്റം. അതുകൊണ്ടാണ് ഗോമാത എന്ന് പറയുന്നത്. മാതാക്കും പാല് കൊടുക്കുന്നത് ഗോമാത. അമ്മയ്ക്കും പാല് കൊടുക്കുന്ന ജീവിയായ രീതിയിലുള്ള ഇതുകൊണ്ട് ഗോമാത. അതിൻ്റെ മേലെ ജഗന്മാത അടുത്ത് പരാശക്തി എന്നിരിക്കുന്നത്. ശരി. സോ അപ്പോൾ പശുവിന് നമ്മുടെ വേദത്തിൽ ഒരു ഹൈ വാല്യൂ കൊടുക്കാൻ കാരണം സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു റീസൺ തന്നെ അത് ഇരിക്കുന്നു. ശരി. അപ്പോൾ ഗോമൂത്രം ഒരു കിണ്ടലായിട്ട് ഏതോ ബുദ്ധിജീവികൾ എന്നൊക്കെ വിചാരിച്ചു. ഗോമൂത്രവും ഒരു ബെസ്റ്റ് ഉരമാണ്. അത് മണ്ണിൽ അത് തെന്നിക്ക് ഏതിനും ഗോമൂത്രം മണ്ണിൽ ചേർന്ന് വരുമ്പോൾ അതിലുള്ള ക്രിയേറ്റിവിറ്റി, മണ്ണിൻ്റെ ഒരു ഫെർട്ടിലിറ്റി കൂടുന്നുണ്ടല്ലോ.
അപ്പോൾ ഒരു പോസിറ്റീവ് അല്ലേ അതിൽ വരുന്നത്. അതെ. ഗോമൂത്രം ചെടിയൊന്നും പട്ടുപോകുന്നില്ലല്ലോ. ഗോമൂത്രം ഡയലൂട്ട് ചെയ്ത് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. പശു അതേമാതിരി ചാണകത്തിൽ ഒவ்வொரு മൃഗത്തിൻ്റെ ചാണകത്തിന് അതിലുള്ള പവറുണ്ട്. ഒരു പുലി വന്ന് അതിൻ്റെ ഡ്രാപ്പ് ഇട്ടാൽ 500 സ്ക്വയർ കിലോമീറ്ററിന് ഫോറസ്റ്റ് വെട്ടലാവുമെന്നാണ് ഒരു കണക്കിരിക്കുന്നത്. ഇതേമാതിരി പശു വന്ന് ചാണകം ഇടുന്നു, അത് കാളയുടെ ചാണകം ഇടുന്നത്. കാളയുടെ ചാണകത്തോടെ ഇതിന് പവർ കൂടുതൽ. ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ എർത്തിൻ്റെ അത് പെനിട്രേറ്റ് ചെയ്യുന്ന പോകുന്ന പവർ ഗോമൂത്രത്തിന് ഇതിനും കൂടുതലുണ്ടെന്നുള്ളത് ഇപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാളയുടെ മൂത്രത്തെ പവർ കൂടുതൽ ഇതിനാണ്. അത് കൂടുന്നത് സയൻറ്റിഫിക്കായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഇത് പഞ്ചഗവ്യമുണ്ട്. ഇപ്പോൾ ക്യാൻസർ മുതൽ കൊണാക്കുന്നുണ്ട്. അത് വന്ന് ഗുജറാത്തിൽ ഒരുപാട് പേര് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. രാജസ്ഥാനിലുണ്ട്. ഇപ്പം ഞങ്ങൾ അന്ന് ഒരു യൂട്യൂബിൽ കണ്ടല്ലോ, അത് ഒരാൾ കണ്ടുപിടിച്ച് അത് വന്ന് ഒരു സിദ്ധൻ കേരളത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്താണെന്ന് അങ്ങേര് പറയും. വീപ്പ കണക്കിന് കണ്ടല്ലോ. അതിൽ ഹെർബലൊക്കെ ഊറ വെച്ച് ചാണകത്തിൽ ഊറ വെച്ച് പിന്നെ അത് ലിക്വിഡായ ശേഷം അത് പ്രോസസ്സ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ വന്ന് എന്തെന്ന് വെച്ചാൽ അതിന് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇതിന് ഇതൊക്കെ നോക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കും. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചാണകവും ഗോമൂത്രവും പാലും തൈരും നെയ്യും ഉപയോഗിച്ച് പഞ്ചഗവ്യം ഉണ്ടാക്കി അതിനോടൊപ്പം ഹെർബൽ പച്ചമരുന്നുകൾ കൂടി ചേർത്തിട്ടാണ് അങ്ങേരം ഉണ്ടാക്കുന്നത്. അതിനെ മാറ്റിയെടുക്കുന്നത് ഡിസ്റ്റിൽഡ് എന്ന് വെച്ചാൽ പ്യൂരിഫൈ ആവുന്നത്. അപ്പോൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ചെയ്ത് വരുന്ന മരുന്ന് വന്ന് അങ്ങേര് വർഷക്കണക്കാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് വന്ന് ഗുജറാത്ത് എനിക്കറിയാം, കാരണം വെച്ചാൽ ആ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് അവർ തന്നിട്ടുണ്ട്. സോ ഇതിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്നവരുടെ ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഇന്ന് മരുന്ന് തരുന്ന മനുഷ്യൻ്റെ യൂറിനിൽ നിന്ന് ഇപ്പോൾ മരുന്ന് തയ്യായിരിക്കുന്നത് അത് അപ്പോൾ ഇവർക്ക് യൂസ് ചെയ്യാതായിരിക്കുമാ. രണ്ടാമത് മനുഷ്യൻ്റെ ഫീസിസിൽ നിന്ന് ഇപ്പോൾ വന്ന് മരുന്ന് തയ്യായിരിക്കുന്ന ഒരു ഇത് വരുന്നു. യൂറിന തെറാപ്പി എന്ന് പഴയ കാലത്തേ ഉണ്ട്. അതിൽ വന്ന് തീരാതെ പോകുമ്പോൾ അവൻ അത് മരുന്ന് ചെയ്തു. ഇവർക്ക് ഒരു കളിയാക്കാൻ ഹിന്ദു മതത്തെ ഒരു ഏതോ ഒരു ഇങ്ങനെയെന്നുള്ള അത് എല്ലാം ഹിന്ദു മതത്തിലുള്ള എല്ലാം 200% എല്ലാം കറക്റ്റ് തന്നെ. അപ്പോൾ ഈ പഞ്ചഗവ്യം വന്ന് യൂസ് ചെയ്തെന്ന് തന്നെ ഞാൻ അതിൽ പിന്നെ ഈ മറ്റേ തെങ്ങിന് ഉരമായിട്ട് എടുത്ത് അതിൻ്റെ കൂടെ ബയോ ന്യൂട്രിയൻ്റ് പല ഇതുകളെയും ചെയ്ത് മൈക്രോ ഇതൊക്കെ ചേർത്ത് ഭയങ്കര ഇത് വന്ന് പ്രൊമോട്ട് ചെയ്ത് എല്ലാതും പ്രാക്ടിക്കലായി നടക്കുന്നുണ്ട് ഒന്ന്. അപ്പോൾ പ്ലാന്റ്സിനും ഒക്കെ മനുഷ്യനും ഇത് വന്ന് പല അസുഖങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള ഇത് വരുന്നു. ഇത് അവർ ഒരു സംശയമുള്ളവർ അവരെ ടെസ്റ്റ് ചെയ്യാം. കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെയ്ത് മൺപാത്രത്തിൽ വച്ചിട്ട് അതിനെ വന്ന് ഇങ്ങനെ മൂക്ക് കൊണ്ട് സ്മെല്ല് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന കണ്ണ് മൂക്കിലുള്ള സൈനസ് പ്രോബ്ലം ഒക്കെ പോകുന്നതൊക്കെ ഡയറക്റ്റ് ചെക്കിങ് ചെയ്തിട്ടുണ്ട്. മെലോട്ടിന് മുതൽ സെക്രീറ്റ് ആകും എന്നാണ് പറയുന്നത്. പശുവിൻ്റെ ചാണകത്തെ കൊണ്ട് മുമ്പ് വീടുകൾ മുഴുവൻ കണ്ടു. ഇപ്പോൾ ഇന്ന് ഗ്രാമപ്പുറത്തൊക്കെ അകത്ത്. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ സെറോട്ടനിൻ സെക്രീഷൻ വരും. സെറോട്ടനിൻ സെക്രീഷൻ ശരിക്കും വരാത്തത് കൊണ്ടാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. അപ്പം അവർ വന്ന് ചാണകത്തിൻ്റെ സ്മെല്ല് ഉള്ള ആ തറയിൽ കിടന്നാൽ അല്ലെങ്കിൽ ചാണകത്തെ എടുത്ത് അതിൻ്റെ സ്മെല്ല് വന്നാൽ അവർക്ക് സ്ലീപ്പ് ഉറക്കം ശരിയാവുന്നുണ്ട് എന്നുള്ളത്. നല്ല ഉറക്കം കിട്ടാൻ ചാണകം ഇതിൽ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ചാണകം മെഴുകാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അത് എടുത്ത് അതിൽ കലക്കി വെച്ചിട്ട് ആ സ്മെല്ല് ഉറങ്ങുന്നതിൻ്റെ അരമണിക്ക് സ്മെല്ല് കുറച്ച് നേരം പിടിച്ചാൽ സെറോട്ടനിൻ സെക്രീഷൻ സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് ആവുന്നുണ്ട്. ഇതേമാതിരി പഞ്ചഗവ്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് അതായത് DMT കണക്ഷൻ വരുന്നത് ഗൊണാഡ് സെൻറ്ററിലുള്ള പ്രോബ്ലം കണക്റ്റ് ആവുന്ന സ്മെല്ല് വഴി. അപ്പോൾ ഇതൊക്കെ ഒരു സയൻറ്റിഫിക് ഇതാണ്. ഇതിലൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ തമാശ ഗോമൂത്ര സ്റ്റേറ്റ് നൃത്തം പറഞ്ഞ് ഗോമൂത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ UP-ലൊക്കെ ഉള്ളവരെ കളിയാക്കുന്നതാണ്. ചാണകം കഴിക്കുന്നവർ ഗോമൂത്രം വന്ന് ആരിങ്ങനെ വെള്ളം മാരി കുടിക്കുന്നവർ ചിലർ കണ്ടിട്ടുണ്ട്. പശു മൂത്രം ഒഴിക്കുമ്പോൾ പോയിട്ട് അത് കുറച്ച് കൂടുതലാണ്. ഇപ്പം നമ്മളത് പ്രോസസ് ചെയ്ത് മരുന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞത് എല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് തന്നെ ചാണകത്തിലുള്ള ഡയറക്റ്റ് ആച്ചാക്കില്ല അതിലുള്ള എസൻസ് എടുത്ത് അതിന് ഗുഡ് സ്മെല്ല് വരുന്ന മാതിരി ഇതൊക്കെ ചേർക്കും. അതുകൊണ്ട് അത് നോക്കി വരുന്നതാണ്. അത് കുറച്ച് ജനങ്ങളിൽ അത് ഡയറക്റ്റാണ്. അത് വന്ന് നമ്മൾ സയൻറ്റിഫിക് എന്ന് പറയാൻ നോക്കില്ല. ബിക്കോസ് ഇത് മറ്റെവിടെയോ പഞ്ചഗവ്യം എന്ന് വരുമ്പോൾ അതൊരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടായിരിക്കും ഈ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ തറ ചാണകം കൊണ്ട് മെഴുകുന്നത് എല്ലാം ഇതാണ്. ഹോമത്തിൽ പഞ്ചഗവ്യം ചേർക്കുന്നത്. ഹോമം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി ഒരു ഫ്യൂമിഗേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. പുക കൊണ്ട്
പല മരുന്ന് സിദ്ധ മെഡിസിനിലും ഉണ്ട്. പുക കൊണ്ട് ക്ലിയർ, പുകയെ കൊണ്ട് കാമിച്ചാൽ പ്രൊലാക്സ് ഓഫ് റെക്ടം തൊങ്ങുന്ന പുക അടിപെട്ടാൽ അകത്ത് പോകുന്നുണ്ട്. വെജിനൽ ഇത് പ്രൊജക്ഷൻ ഉള്ളവർക്ക് അത് ശരിയാവുന്നുണ്ട്. ചില പുണ്ണിന് തീരാതെ നാളുപെട്ട പുണ്ണിന് ഈ ഹെർബൽ കൊണ്ട് ഇരിക്കുന്ന ഹോമത്തിലുള്ള പുക പെട്ടാൽ അതൊക്കെ ഇരിക്കുന്നു സിദ്ധ മെഡിസിനിൽ. അപ്പോൾ അതൊക്കെ പാർട്ട് ഓഫ് അവർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് നോളജ്. അത് ഇപ്പോൾ ഉള്ള സയൻറ്റിഫിക് ഇത് അവർ ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്ന അതിൻ്റെ സയൻസ്, വാട്ട് ഈസ് എ സയൻസ് ബിഹൈൻഡ് ഇത് എന്നുള്ളതും അവർ ഈ ട്രീറ്റ്മെൻ്റ് എടുത്ത് ക്യൂറായവരുടെ ഫീഡ്ബാക്ക് കൊണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്ത് പറയാൻ? അപ്പോൾ അത് പോസിറ്റീവ് സൈഡായി നോക്കുമ്പോൾ ഈ പഞ്ചഗവ്യം എന്ന് പറയുന്നത് പൂജയിൽ എടുക്കുന്ന മെലോട്ടനിൻ സെക്രീഷന് എടുക്കുന്നത്, സെറോട്ടനിൻ സെക്രീഷൻ നോർമലാകാൻ ഇത് എടുക്കുന്നുണ്ട്. അത് ഒരു ക്രിമിനാശിനിയായിട്ട് ചാണകത്തെ കൊണ്ട് ക്രിമിനാശിനി അതിൽ പാസ്ജീൻ എന്നൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് എടുത്ത് ഇപ്പോൾ അടുപ്പിരിക്കുന്നുണ്ടല്ലോ. ഈ ചാണകവായു കണ്ടിട്ടുണ്ടോ ഞങ്ങൾ? ചാണകത്തെ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഗ്യാസ് എടുത്ത് അടുപ്പിരിക്കും. അതിൽ ബാഡ് സ്മെല്ലില്ലല്ലോ, അതിൽ വിഷമമില്ലല്ലോ. അപ്പോൾ അത് പ്രാക്ടിക്കലായി യൂസ് ചെയ്യുന്നുണ്ട്. സോ ക്രിമിനാശിനിയായിട്ട് അതുകൊണ്ട് അതിൽ ഗ്യാസ് എടുത്ത് ഇതൊക്കെ ചെയ്യും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അതിലുള്ള സയൻസ് നമ്മൾ റിസർച്ച് ചെയ്ത് അതായത് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഇത് ഇങ്ങനെയാണ് അങ്ങനെ കുടിക്കുന്നത്, ഇത് കുടിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. പോസിറ്റീവ് സൈഡ് സയൻറ്റിഫിക് അത് സിദ്ധ വൈദ്യത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ അന്ന് കാണിച്ചല്ലോ യൂട്യൂബ്, ഒരാൾ ചെയ്യുന്ന സ്ഥലത്ത് പോയി അങ്ങേര് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അങ്ങേര് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ലാബിൽ അവർ സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ് വെച്ചല്ലേ ചെയ്തത്. അത് കോമുത്രം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഇതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ക്യാൻസർ രജിസ്ട്രേഷൻ ഉണ്ടെന്നല്ലേ പറയുന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങേര്, വിൽക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. സോ എന്നോട് കൺസെപ്റ്റ് അനുഭവപ്പെടി പോസിറ്റീവ് നോക്കിയാൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതിൽ കൊണ്ട് അസുഖങ്ങൾ മാറ്റാനുള്ള പവറുണ്ട്. പഞ്ചഗവ്യത്തിന് എല്ലാ പ്ലേസും മൈക്രോ ന്യൂട്രിയൻസ് മാറ്റാനുള്ള പവറുണ്ട്. ലാൻഡിലുള്ള അസിഡിക് ടെൻഡൻസിയെ മാറ്റാനുള്ള പവറുണ്ട്. എല്ലാ പവറും അതിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോമൂത്രവും ചാണകവും ഒന്നും അത്ര നിസ്സാരക്കാരൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വയസ്സായ ഇപ്പം ഗോശാല വെച്ചിട്ടുണ്ട്, അതായത് പാല് കറവ നിന്ന പശുക്കളെ പരമാരിക്കുന്നത്. അവരെടുത്ത് അവർ പറയുന്നത് വേറെ ചാണകത്തെ വിറ്റാലേ അതിനുള്ള മെയിൻ്റെനൻസ് കാശ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചാണകത്തെ വെച്ച് നാച്ചുറൽ ഇവർ തിരുങ്ങുന്നതിന് അതിൻ്റെ വിലയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാച്ചുറൽ മെനുവർ അല്ലേ, കെമിക്കൽ ഇട്ടാൽ മണ്ണൊക്കെ ഇതായില്ലേ ചെയ്യുന്നത്. നാച്ചുറൽ മെനുവർ അത് ഹോൾസെയിലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് അത് ഒരു സയൻറ്റിഫിക് തന്നെ അതിൽ. നമസ്കാരം. ഓക്കെ.